കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസത്തിന് ഇരയായെന്ന് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സുഹൃത്ത് റഹീസ്. യുവതിയെ വഞ്ചിച്ച് സ്വർണവും പണവും തട്ടിയെന്ന മാതാവിന്റെ ആരോപണം യുവാവ് നിഷേധിച്ചു. റഹീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പേരെ കൂടി പോലീസ് പ്രതി ചേർത്തു. ഇതിനിടെ SDPIക്കെതിരെ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തി. ഞായറാഴ്ച വൈകിട്ട് കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിൽ യുവതിയുമായി സംസാരിക്കുകയായിരുന്ന തന്നെ ഒരു സംഘം മർദ്ദിച്ചുവെന്നാണ് സുഹൃത്ത് റഹീസിന്റെ മൊഴി. മർദ്ദനശേഷം ഫോണുകളും ടാബ്ലറ്റും പിടിച്ചുവാങ്ങി. തുടർന്ന് ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി കുട്ടിച്ചാത്തൻ മഠത്തിന് സമീപത്തെത്തിച്ച് വീണ്ടും മർദ്ദിച്ചുവെന്ന് മൊഴിയിലുണ്ട്. ഫോണിലെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റഹീസ് പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രതി ചേർത്ത ബഷീർ, റഫ്നാസ്, ഫൈസൽ എന്നിവർക്ക് പുറമെ സുനീർ, സക്കറിയ എന്നിവരെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഒപ്പം റഹീസിന്റെ മൊഴിയിൽ സംഘം ചേരൽ, വധിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള മർദ്ദനം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, മോഷണം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസും രജിസ്റ്റർ ചെയ്തു. യുവതിയും താനും കാറിൽ സംസാരിച്ചതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ സ്വർണവും പണവും തട്ടിയെന്ന യുവതിയുടെ അമ്മയുടെ ആരോപണം റഹീസ് തള്ളി. 3.5 വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതിയെ പരിചയപ്പെട്ടത്. കേക്ക് കച്ചവടത്തിൽ ഉൾപ്പെടെ സഹായിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു സാമ്പത്തിക ഇടപാടും നടന്നിട്ടില്ലെന്നും റഹീസ് പറയുന്നു. രാവിലെ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ റഹീസ് തലശ്ശേരി ASP PB കിരണിന് മുൻപിലാണ് മൊഴി നൽകിയത്. പുതുതായി പ്രതി ചേർത്തവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മതത്തെ മറയാക്കി കൊടും പാതകം ചെയ്തിട്ടും അത് മറച്ചുവെക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് SDPI എന്ന് KK രാഗേഷ് ആരോപിച്ചു. ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു. ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു, അതുപോലെ ഇസ്ലാമിക രാഷ്ട്രവാദികൾ മതവിശ്വാസത്തെ ഉപയോഗിക്കുന്നു. മതവിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് താലിബാനിസമാണ് ഈ കൂട്ടർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെതിരായി സമൂഹമാകെ ഒറ്റക്കെട്ടായി രംഗത്ത് വരണം. അതിനിടെ SDPI നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് ആരോപിച്ച് പാർട്ടി പ്രവർത്തകർ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി റഹീസ് പീഡിപ്പിച്ചെന്ന അമ്മയുടെ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. നിലവിൽ അറസ്റ്റിലായ പ്രതികൾ നിരപരാധികളാണെന്നാണ് അമ്മയുടെ വാദം. ന്യൂസ് മലയാളം, കണ്ണൂർ.